ലിറ്ററിലധികം വെള്ളം കൊള്ളുന്ന ഒരു സ്ഫടിക കുപ്പിയിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഒരു ബലൂൺ 2-3 പ്രാവശ്യം വീർപ്പിച്ച് വായു നീക്കം ചെയ്ത് വെക്കണം. കുപ്പിയിലെ ചൂടുവെള്ളം പുറത്തു കളഞ്ഞ് ഉടൻ തന്നെ വായഭാഗത്ത് ബലൂൺ ഉറപ്പിക്കുക. കുപ്പി തണുക്കാൻ അനുവദിക്കുക. ബലൂണിന് എന്ത് സംഭവിക്കും? അമ്മ എന്താ ആലോചിക്കുന്നത്? നാളെ ഒന്ന് ഡോക്ടറെ കാണണം, എന്നിട്ട് വേണം. കുഞ്ഞാവയ്ക്ക് ശരിക്കും സുഖമായിട്ട് മതി അമ്മയുടെ വോട്ട് പിടുത്തൊക്കെ. തോറ്റോട്ടെ. അതിന് എൻ്റെ കുഞ്ഞാവയ്ക്കല്ലല്ലോ, എനിക്കല്ലേ ക്ഷീണം. സീതമ്മ ക്ഷീണിച്ച കുഞ്ഞാവയും ക്ഷീണിക്കില്ലേ? അനക്ക് കുഞ്ഞാവേനോടാണോ സീതമ്മേനോടാണോ കൂടുതൽ ഇഷ്ടം? അതിനിപ്പം കുഞ്ഞാവയും അമ്മയും രണ്ടല്ലല്ലോ, ഒന്നല്ലേ? അമ്പടി കേമി, അനക്ക് ആരാ ഈ സീരിയൽ ഡയലോഗൊക്കെ പറഞ്ഞു തരുന്നേ? ഇതിനേക്കാൾ വലിയ ഡയലോഗ് പറയുന്ന കുട്ടികളുണ്ട് ഇന്ത്യ സ്കൂളില്. ശരി പോയിരുന്ന് പഠിക്കാൻ നോക്ക്. കുഞ്ഞാവയ്ക്ക് കേൾക്കണ ഞാൻ ഉറക്കെ വായിക്കണത്. ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു ചൂടുള്ളതാണ്. ചൂട് പിടിപ്പിച്ച വായു വികസിച്ചു നിൽക്കുന്നു. കുപ്പി തണുക്കുമ്പോൾ കുപ്പിക്കകത്തെ വായുവും തണുക്കുന്നു. ഇപ്പോൾ കുപ്പിക്കകത്തെ വായുവിനാണോ കുപ്പിക്ക് പുറത്തെ വായുവിനാണോ മർദ്ദം കൂടുതൽ? ഇങ്ങനെ നിറവേറോടുള്ള ഫോട്ടോസ് ഉപയോഗിക്കുന്നതേ പൊളിറ്റിക്കലി കറക്റ്റ് ആവുമോന്നൊരു സംശയം. എന്റെ സാധിക്കേ, ഞാനും അത് പറഞ്ഞതാ. പക്ഷേ ഇവള് സമ്മതിക്കണ്ടേ? ഗർഭിണിയാകുമ്പോ പിന്നെ വയറുണ്ടാവില്ലേ? അതിന് നിങ്ങൾക്ക് എന്തിനാ എത്ര ബേജാറ്? അതെന്തിനാ ഒളിക്കണത്? പോസ്റ്ററിലൊക്കെ ബോറാവോ? എനിക്കും അതന്നെ തോന്നണത്. ഒരു ബോറും ഇല്ല. ഞാനിപ്പോ എങ്ങനെയാണോ അങ്ങനെയൊക്കെ മതി, ഇല്ലേ മോളെ? സംഗതി ഏച്ചി പറഞ്ഞതും പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. ഈ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയ്. നിത്യഗർഭിണിയായിട്ടിരിക്കാനൊന്നും പോണില്ലല്ലോ, ഞാൻ പെറൂലേ. ഈ നിറവയറെങ്ങാനും വൈറലായാൽ നമ്മള് കഴിച്ചിലായില്ലേ?